പോകാം. അവിടുത്തെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അവിടെ ഉയർന്നു കേൾക്കുന്നത് കുട്ടനാട്ടിലാണെങ്കിൽ LDFന്റെ ഭാഗത്ത് നിന്ന് തോമസ് കെ തോമസ്, UDFന്റെ ഭാഗത്ത് നിന്ന് റെജി ചെറിയാൻ, NDA ആണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി അല്ലെങ്കിൽ സുഭാഷ് ബാനു എന്നീ പേരുകൾ കേൾക്കുന്നു. ചെങ്ങന്നൂരിലേക്ക് വരികയാണെങ്കിൽ അവിടെ LDFന്റെ ഭാഗത്തു നിന്നും സജി ചെറിയാൻ, UDFിൽ നിന്ന് അച്ചു ഉമ്മൻ, KP ശ്രീകുമാർ എന്നീ പേരുകളൊക്കെ കേൾക്കുന്നു. NDA ആണെങ്കിൽ കുമ്മനം രാജശേഖരൻ, MV ഗോപകുമാർ, സന്ദീപ് വചസ്പതി എന്നീ പേരുകളും കേൾക്കുന്നു. ഹരിപ്പാടാണെങ്കിൽ UDFിൽ നിന്ന് രമേശ് ചെന്നിത്തല, LDFിൽ നിന്ന് TT ജിസ്മോൻ, NDAയിൽ നിന്ന് സഞ്ജീവ് വചസ്പതി എന്നും കേൾക്കുന്നു. ചേർത്തലയിലേക്ക് വന്നാൽ അവിടെ LDFിൽ നിന്ന് P പ്രസാദ്, UDFിൽ നിന്ന് S ശരത് എന്നൊക്കെ കേൾക്കുന്നു. അമ്പലപ്പുഴയാണെങ്കിൽ LDFിൽ നിന്ന് H സലാം, UDFിൽ നിന്ന് M ലിജു. കായംകുളത്താണെങ്കിൽ UDFിൽ നിന്ന് അരിത ബാബു, KP ശ്രീകുമാർ എന്നീ പേരുകൾ. LDFിന്റെ ഭാഗത്ത് നിന്ന് R നാസർ, VA അരുൺകുമാർ എന്നൊക്കെ കേൾക്കുന്നു. NDA ആണെങ്കിൽ ഉയർന്നു കേൾക്കുന്ന പേര് ശോഭാ സുരേന്ദ്രനാണ്. സജോ ദേവസ്യ നൽകും വിശദാംശങ്ങൾ. സജോ, സാധ്യതകൾ കേൾക്കുമ്പോൾ എന്താണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് BJPയുടെ ഭാഗത്ത് നിന്ന് മുൻ ഗവർണർമാരെയൊക്കെ ഇറക്കാനുള്ള സാധ്യതയുണ്ടോ? അതുപോലെ ഈ അച്ചൂമ്മൻ എന്നുള്ള പേരൊക്കെ കേൾക്കുന്നത് എത്രത്തോളം സാധ്യതയുണ്ട് ഈ പേരുകൾക്ക്? റോഷ്നി, ആലപ്പുഴ ജില്ല പൊതുവിൽ നോക്കുകയാണെങ്കിൽ മുന്നണികൾക്കെല്ലാം വളരെ നിർണായകമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കണക്കുകൾ കൂട്ടുന്നു, എത്ര സീറ്റുകൾ കിട്ടും എന്ന കണക്കുകളൊക്കെ അവർ പറയുന്നു. UDF പറയുന്നത് 4ലധികം സീറ്റുകളിൽ ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമൊക്കെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ കണക്കുകൾ പറയുന്നു. പക്ഷേ നിലവിൽ പരിശോധിച്ചാൽ ജില്ലയിൽ ആകെയുള്ള 9 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഹരിപ്പാട് ഒഴികെ 8ഉം LDFന്റെ കൈവശമാണ്. ഇടത് മുന്നണിയെ സംബന്ധിച്ച് പരമ്പരാഗതമായി വലിയ സ്വാധീനമുള്ള ശക്തി കേന്ദ്രമായ ജില്ലയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ കണക്കുകളിൽ മാറ്റം വരുന്നുണ്ട്. ഇതാണ് UDFന് പ്രതീക്ഷ നൽകുന്ന കാര്യം. ഈ ജില്ലയിൽ നിന്ന് കാര്യമായ സീറ്റുകൾ നേടുക എന്നത് അധികാരത്തിലെത്തുന്നത് ഏത് മുന്നണിയാണെങ്കിലും അവരെ സംബന്ധിച്ച് അതിനിർണായകമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുകയാണെങ്കിൽ ചെങ്ങന്നൂർ, മാവേലിക്കര, കുട്ടനാട്, അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ UDFനെ സംബന്ധിച്ച് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടുത്തെ നിലവിലെ സിറ്റിംഗ് സാധ്യതകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തദ്ദേശത്തിൽ UDFന് മുന്നേറ്റം ഉണ്ടാക്കി. പക്ഷേ നേരത്തെ അവിടെ LDFനെ സംബന്ധിച്ച് വലിയ ആധിപത്യം ഉണ്ടായിരുന്നു. പക്ഷേ അരൂർ, ചേർത്തല, ആലപ്പുഴ മണ്ഡലങ്ങളിൽ LDF പിടിച്ചു നിന്നു എന്നത് പ്രധാനമാണ്. നിയമസഭയിലേക്ക് പോകുമ്പോൾ LDFന് പ്രതീക്ഷ നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന കാര്യം ഇതാണ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് സവിശേഷ ശ്രദ്ധയർഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ സ്ഥലമാണ്. മന്ത്രി സജി ചെറിയാന്റെ മണ്ഡലമാണ്. അവിടെ BJP വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്, അവരുടെ ഒരു A ക്ലാസ് മണ്ഡലം എന്ന നിലയ്ക്ക് അവർ പ്രതീക്ഷ വെക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. മുൻ ഗവർണർ കൂടിയായ PS ശ്രീധരൻപിള്ള അടക്കമുള്ള ആളുകളെ രംഗത്തിറക്കാനുള്ള ശ്രമം ഉണ്ട്. അവിടെ സന്ദീപ് വചസ്പതിയുടെ പേര് പറയുന്നു. അങ്ങനെ വിവിധങ്ങളായ പേരുകൾ അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. BJPയും അവിടെ സജീവമായി മത്സര രംഗത്തുണ്ടാകും. സജി ചെറിയാനും അവിടെ മത്സരത്തിന് ഉണ്ടാകും. അച്ചൂമ്മന്റെ പേര് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു. വരികയാണെങ്കിൽ അവർക്ക് സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അതല്ലെങ്കിൽ KP ശ്രീകുമാറിനെ പോലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, യുവ നേതാവ് കൂടിയാണ് എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹത്തിന് പരിഗണന ലഭിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു ത്രികോണ മത്സരം നടക്കും. മറ്റൊന്ന് കുട്ടനാടാണ്. കുട്ടനാടിനെ സംബന്ധിച്ച് ഘടകകക്ഷികൾ മത്സരിക്കുന്ന, അതായത് 3 മുന്നണികളുടെയും ഘടകകക്ഷികൾ മത്സരിക്കുന്ന മണ്ഡലം എന്ന പ്രത്യേകതയാണ്, സവിശേഷതയാണ് കുട്ടനാടിനുള്ളത്. കുട്ടനാടിൽ നിലവിൽ NCPയുടെ തോമസ് കെ തോമസ് ആണ് MLA. UDFിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനാണ് സീറ്റ്. ജോസഫ് ഗ്രൂപ്പിനാണ് ലഭിക്കുന്നതെങ്കിൽ റെജി ചെറിയാൻ വരും. അതല്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റെടുക്കുമോ എന്ന ചോദ്യമുണ്ട്. അത് NDAയിൽ നിന്നാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയോ സുഭാഷ് വാസുവോ വരും. ഒപ്പം അങ്ങനെയുള്ള സാധ്യതകളാണ്. അതേസമയം ആലപ്പുഴയെ സംബന്ധിച്ച് പ്രവചനാതീത പോരാട്ടത്തിന്റെ സ്വഭാവമുള്ള ജില്ലയാണ്. ഓക്കെ, അപ്പൊ സജോ പറഞ്ഞതുപോലെ ആലപ്പുഴ ജില്ലയിലെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകളാണ് കാണുന്നത്. ഇതിൽ ആരൊക്കെ മത്സരിക്കുമെന്നുള്ള ഒരു പൂർണ്ണ ചിത്രം തെളിയേണ്ടതുണ്ട്. സർപ്രൈസ് സ്ഥാനാർത്ഥികൾ തന്നെ ഉണ്ടാകുമോ എന്നുള്ളതും ആലപ്പുഴയിൽ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്.